കൽപ്പറ്റയിൽ നടക്കുന്ന ഈ ഒരു ഉപവാസ സമരത്തിൽ കണ്ണൂരിൽ നിന്നുള്ള കുറച്ച് കപ്പൂച്ചൻ ബ്രദേഴ്സ് നമ്മോടൊപ്പം ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ചേരുകയാണ്. ബ്രദർ, നിങ്ങൾ കൃത്യം എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂര് കാർത്തിപുരം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത്. കണ്ണൂരിൽ നിന്ന് ഈ ഒരു പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി ആവാൻ വേണ്ടി തന്നെ വന്നല്ലേ? അതെ, തീർച്ചയായിട്ടും പ്രതിഷേധ സമരത്തിന്റെ ഭാഗമാവാൻ തന്നെ അവർ എത്തിയിരിക്കുകയാണ്. നമുക്ക് ചോദിക്കാം, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് വേണ്ടി ഇപ്പൊ സെമിനാരിയിൽ ബ്രദേഴ്സാണ് നിങ്ങൾ, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഉപവാസ സമരത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങി? ഇത് ശരിക്കും പറഞ്ഞാൽ വയനാട്ടിലെ ജനതയുടെ മാത്രമല്ല, കേരളത്തിലെ വനങ്ങളോട് അടുത്ത് കിടക്കുന്ന എല്ലാ നാട്ടിലെയും ജനങ്ങളുടെ ആവശ്യമാണ്. കാരണം ഇന്നത്തെ പത്രത്തിലെ വാർത്തയിൽ കൂടെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, ഏതാണ്ട് കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഏതാണ്ട് 9ഓളം ജീവനുകൾ കാട്ടാനയുടെ ആക്രമണത്തിൽ, 7 പേരുടെ ജീവന് കടുവയുടെ ആക്രമണത്തിൽ, അതുകൂടാതെ മരണപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ ഏതാണ്ട് 10ഓളം പേര് ശയ്യാവലംബരായി പോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഗവൺമെന്റ് അലേർട്ടാകേണ്ടതാണ്. കേരളത്തിലെ ഏതെങ്കിലും ഒരു ജീവൻ തന്നെ പൊലിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ എന്തുകൊണ്ട് എന്ന കാരണത്തിന് ഉത്തരം നൽകിയിട്ട് ഇവിടുത്തെ സർക്കാരുകൾ, രാഷ്ട്രീയ പാർട്ടികൾ അലേർട്ടാവേണ്ടതാണ്. അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല എന്നതാണ് ഇവിടുത്തെ ചോദ്യം. ഇന്നത്തെ പ്രതിഷേധ കൂട്ടായ്മയിൽ ഇത്രമാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ, ഈ ജനങ്ങളുടെ സംരക്ഷണം ആവശ്യമാണ്. വയനാട്ടിലെയും കേരളത്തിലെ എവിടെയൊക്കെ വന്യജീവികളുടെ ആക്രമണം നേരിടുന്ന സ്ഥലങ്ങളുണ്ടോ അവിടെയൊക്കെ സംരക്ഷണം എന്നത് ആവശ്യമാണ്. അത് ചെയ്തു കൊടുക്കേണ്ടത് അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. അത് ചെയ്തു കൊടുക്കാതിരിക്കുന്നത് അവരുടെ ഉത്തരവാദിത്വം ഇല്ലായ്മയാണ്. കാരണം ഈ കാട്ടിലുള്ള മൃഗങ്ങളല്ല ഈ ഗവൺമെന്റിനെ ഭരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കാട്ടിലുള്ള ഒരു മൃഗവും വന്ന് സർക്കാരിന് വോട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല. ഈ നാട്ടിലുള്ള സാധാരണ മനുഷ്യരാണ് ഇവർക്ക് വോട്ട് ചെയ്ത് ഇവരെ അധികാരത്തിലെത്തിച്ചത്. അധികാരത്തിലെത്തിക്കുമ്പോൾ അതിന്റെ കൂറ് കാണിക്കേണ്ടത് മൃഗങ്ങളോടല്ല, സാധാരണ മനുഷ്യരോടാണ്. അങ്ങനെ മനുഷ്യരോട് കൂറ് കാണിക്കേണ്ടടുത്ത് മൃഗങ്ങളോട് കാണിക്കുന്നതിലാണ് തെറ്റ് എന്നുള്ളത്. ഇന്നത്തെ പത്രത്തിലൂടെ അറിയാണ്ട് കഴിഞ്ഞ ഒന്ന്, ആവാസ വ്യവസ്ഥ, അതായത് മനുഷ്യന്റെ ആവാസ വ്യവസ്ഥ അടിയെ പൊളിച്ച് മൃഗങ്ങൾക്ക് ആവാസ വ്യവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്ന നാണംകെട്ട രീതിയിലുള്ള ഒരു സംവിധാനമാണോ ഇന്നത്തെ ഗവൺമെന്റ് ഉണ്ടാക്കി വെക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യനാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. മനുഷ്യന്റെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് മൃഗങ്ങൾക്ക് ഒരു ആവാസ വ്യവസ്ഥ കൊടുക്കുന്നു. തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ വസിക്കേണ്ടത് മനുഷ്യനാണ്, നാട്ടിൽ വസിക്കേണ്ടത് മനുഷ്യനാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും നാളും ഇത്രമാത്രം പുറത്തേക്ക് ആനയോ കടുവയൊന്നും പുറത്തേക്ക് വരാതിരുന്നിട്ട് ഇപ്പോൾ എന്തുകൊണ്ട് വന്നു, കാട്ടിൽ നിന്നും നാട്ടിലേക്ക് വരുന്നു എന്നതിന്റെ ഒരു പഠനം ആവശ്യമുണ്ട്. അതിനിവർ മുതിരുന്നില്ല. ഇവിടെ ഇത്രയധികം ജീവൻ പൊലിഞ്ഞു പോയിട്ട് അതിന് പരിഹാരം കാണുവാനായിട്ട് മുതിരുന്നില്ല. ഈ പ്രതിഷേധ കൂട്ടായ്മയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു കോംപ്രമൈസിനല്ല, വേണ്ടതൊരു പരിഹാരമാണ്. കാട്ടിൽ നിന്നും മൃഗങ്ങൾ വരുന്നത് തടയുക, ഇവിടെയുള്ള നഷ്ടപ്പെട്ട ജീവനുകൾക്ക് അവരുടെ കുടുംബങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള പരിഹാരം കൊടുക്കുക. അതാണ് ഇന്നത്തെ ഒരു കൂട്ടായ്മയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും സർക്കാരുകൾ വേണ്ട നടപടികൾ, കൃത്യമായ സമയങ്ങളിൽ നടപടികൾ എടുക്കുന്നില്ല എന്നത് തന്നെയാണ് ഇവിടുത്തെ കർഷകരുടെ ഏറ്റവും പ്രതിസന്ധി ആയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവരുടെ കൂടെ വന്ന അച്ഛൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ബാക്കി എല്ലാവരും ബ്രദേഴ്സാണ് സെമിനാരിൽ നിന്ന്. അച്ഛാ, ബ്രദേഴ്സിനെ കൊണ്ട് വന്നിരിക്കുകയാണ് ഈ ഒരു പ്രദേശ സമരത്തിന്റെ ഭാഗമാകാനായിട്ട്. എന്താണ് അച്ഛന് പറയാനുള്ളത്? ഇത് ഭാഗമാകാൻ വന്നതല്ല, നമ്മളിതിന്റെ ഭാഗം തന്നെയാണ്. ഇത്രയും കർഷകര് നമ്മളുടെ മണ്ണിൽ മരിക്കുകയാണ്. നമ്മുടെ കൃഷി മുഴുവൻ നഷ്ടപ്പെട്ടു. കസ്തൂരംഗനും ഗാഡ്ഗിലും കാലഘട്ടങ്ങളിൽ നമ്മളുടെ മണ്ണിന്റെ വില നഷ്ടപ്പെട്ടതാ. ആ കർഷക ജനത അവർക്ക് മുകളിലുള്ള രണ്ടാമത്തെ ആഘാതമാണ് വിലയിടിവ്. വിലയിടിഞ്ഞിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന സാഹചര്യമില്ല. ഇനി വല്ലതും കൃഷി ചെയ്താലും വന്യമൃഗങ്ങൾ കൊണ്ടുവന്നു, ജീവനെ പേടിച്ചിട്ട് കൃഷി ചെയ്യാനും പറ്റുന്നില്ല. ഇത് നിരുത്തരവാദപരമായ ഗവൺമെന്റ് സമീപനമാണ് ഇതിന് കാരണമായിരിക്കുന്നത്. ഞങ്ങളുടെ സ്വത്തിനും ഞങ്ങളുടെ ജീവനും സുരക്ഷ നൽകേണ്ട ഗവൺമെന്റ് ഇത്രയും കാലമായിട്ട് അത് ഉറപ്പുവരുത്തിയിട്ടില്ല. ഭരണഘടന നൽകുന്ന ഈ കാര്യങ്ങൾ പാലിക്കാൻ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഉത്തരവാദിത്തമുണ്ട്. ഇത് കൺകറന്റ് ലിസ്റ്റിലുള്ളതാണ്.
ഇപ്പോഴുള്ള നിരുത്തരവാദപരമായ സർക്കാരിൻ്റെ നടപടിയുടെ ഫലം അനുദിനം നമ്മളുടെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുക. ഇത് ക്രൈസ്തവരുടെ അല്ല, മനുഷ്യ മനസാക്ഷി മുഴുവൻ കടന്നു വരേണ്ടതാണ്. കർഷകരില്ലെങ്കിൽ മനുഷ്യരില്ല, ഭക്ഷണമില്ലെങ്കിൽ ജീവിതവുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇതിൻ്റെ ഭാഗമാണ്, തുടർന്നും ഇവരോടൊപ്പം തന്നെ ഉണ്ടാകും. നിങ്ങൾ വയനാട് നിന്നുള്ളവരല്ലേ, പ്രദേശം വയനാട് നിന്നുള്ളവരുണ്ട്, പല മേഖലയിൽ നിന്ന് വരുന്നവരാണ് നിങ്ങളെല്ലാവരും. വയനാട് നിന്നുള്ള ബ്രദറാണ്, കളിച്ച് വളർന്നതൊക്കെ ഈ നാട്ടിൽ തന്നെയാണ്. ഇപ്പോഴത്തെ ഈ അവസ്ഥയെക്കുറിച്ച് എന്താണ് ബ്രദർ പറയാം? പണ്ട് ഞാൻ ജനിച്ചത് കാടിന്റെ സൈഡിലുള്ള സ്ഥലത്താണ്, പഴൂർ എന്ന് പറയും. ഇവിടുന്ന് ഏകദേശം ഒരു 25 കിലോമീറ്റർ പുറകോട്ട്. അന്ന് ഞാനും അനിയനും ഞങ്ങളൊക്കെ കാട്ടിൽ കൂടിയാണ് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്, സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്, പശുവിന്റെ പാല് കൊടുക്കാനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് പേടിച്ചിട്ട് വീടിന്റെ മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങാൻ പോലും നമ്മൾ ഭയപ്പെടുന്ന ഒരു കാലഘട്ടം. കാരണം പാല് കൊടുക്കാൻ പോകുമ്പോൾ വഴിയിൽ ആനനെ കണ്ട സാഹചര്യമുണ്ട്. വീട്ടിൽ ചെറിയ ഫാം പരിപാടികളുണ്ട്, ഫാമിലേക്കുള്ള തീറ്റ കൊണ്ടുവരുന്ന സമയത്ത് നടുറോട്ടിൽ കടുവേനെ കണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ അപ്പനും അമ്മയും ബേസിക്കലി ഫാർമേഴ്സാണ്. അപ്പോൾ അവരുടെ ജീവിതം ഭാവിയിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ എങ്ങനെയാവും എന്നുള്ള ഒരു ആശങ്കയുണ്ട്. പിന്നെ അവർക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ ഇന്നത്തെ പേപ്പറിലൊക്കെ വായിക്കുന്നുണ്ട്, നിരവധി ആൾക്കാർ മരിച്ചു വീഴുന്നുണ്ട്. കടുവേന്റെ ആക്രമണം, ആനയുടെ ആക്രമണം. ഇവരൊന്നും കാട്ടിലേക്ക് കയറിപ്പോയിട്ട് കൊല്ലപ്പെട്ടവരല്ല, നാട്ടിലേക്ക് ഇറങ്ങി വന്ന വന്യമൃഗങ്ങളാൽ കൊല്ലപ്പെട്ടവരാണ്. അപ്പോൾ അവരുടെ ജീവന് അതിൻ്റെതായ വില കിട്ടണം. എന്താ പറയുക, മനുഷ്യൻ മരിച്ചു എന്നതിന് പകരം ഇപ്പം ആന മരിച്ചു, കടുവ മരിച്ചു എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മരിക്കുന്ന ആൾക്കാർ കാരണം അനാഥമാകുന്ന കുടുംബങ്ങളുണ്ട്, വിധവകളാകുന്ന സ്ത്രീകളുണ്ട്, അപ്പനും അമ്മയും നഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇവരുടെയൊക്കെ ജീവൻ, ഇവരുടെയൊക്കെ ഭാവിക്ക് വേണ്ടി ആരുത്തരം പറയും? അപ്പോൾ ഞങ്ങൾ ഏറ്റെടുക്കുന്ന ഈ സന്യാസത്തിലൂടെ ഞങ്ങൾക്ക് കൊടുക്കാനുള്ള സന്ദേശം അതാ. പാവപ്പെട്ടവന്റെ വേദനകളിൽ ഒന്നുചേരുക, അവനോടുകൂടെ മരണം വരെ ഉണ്ടായിരിക്കുമെന്ന് പറയുക. അപ്പം ഇത് ഞങ്ങളുടെ മാത്രം സങ്കടമല്ല, ഇത് വയനാട് ജനതയുടെ മുഴുവൻ ഒരു വേദനയിൽ പങ്കുചേരുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു പ്രതിഷേധമല്ല, ഇതൊരു അത്യാവശ്യപരമായിട്ട് ഒരു ആവശ്യമായിട്ടാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിന് പരിഹാരവും വന്യമൃഗങ്ങളിൽ നിന്നുള്ള പരിപൂർണമായിട്ടുള്ള സംരക്ഷണവും ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നവരെ ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. നിങ്ങളുണ്ടാവും, ഇതിന്റെ പിന്നിൽ തന്നെ ഉണ്ടാവും. ബ്രദർ എന്താണോ? പ്രതിഷേധത്തിൽ പങ്കെടുക്കുക എന്നതിലുപരി ഒരു പരിഹാരം വയനാട് ജനതയ്ക്ക് കിട്ടുക എന്നൊരു ആവശ്യത്തെ മുൻനിർത്തിയാണ് ഇന്ന് ഞങ്ങൾ ഈ കപ്പൂച്ച് സഹോദരങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. നമുക്കറിയാം, ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. അവർ ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട്, ഫെൻസിങ് എടുക്കുന്നു, റെയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ഇന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്നു എന്നതിനുള്ള ഒരു പരിഹാരം ഇന്നത്തെ ഗവൺമെന്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരതിനു വേണ്ടിയുള്ള ഒരു പരിഹാരം കണ്ടെത്തുന്നില്ല എന്നതാണ് ഇന്നത്തെ ആളുകളുടെ ഒരു പ്രശ്നം. മനുഷ്യന്റെ വില കുറയുന്നു, മൃഗങ്ങൾക്ക് വില കൂടുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങളിവിടെ ഒന്നിച്ചായിരിക്കുമ്പോൾ ഈ മാനന്തവാടി രൂപ ഇത്തരത്തിലൊരു പ്രതിഷേധ റാലി മുന്നോട്ട് കൊണ്ടുപോകുമ്പം ഈ ജനങ്ങൾക്ക് അതിൻ്റെ ആവശ്യമായ ഒരു പരിഹാരം കണ്ടെത്തണം, കിട്ടണം എന്ന ഒരു ആവശ്യമാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും കണ്ണൂരിൽ നിന്നുള്ള ഈ കപ്പൂച്ചൻ ബ്രദേഴ്സ് അവരുടെ ആവശ്യപ്രകാരം അവരുടെ സന്യാസം എന്നത് പാവപ്പെട്ട ജനങ്ങൾക്ക്, അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുന്ന വേദനിക്കുന്ന ജനതയോടൊപ്പം ആകാൻ വേണ്ടിയാണ് അവർ ഉറച്ച തീരുമാനത്തോടെയാണ് ഈ ഒരു ഉപവാസ സമരത്തിലും പ്രതിഷേധ സമരത്തിലേക്കും പങ്കെടുക്കാനായിട്ട് അവിടെ ഇന്ന് എത്തിയിരിക്കുന്നത്. അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്, വയനാട് നിന്നുള്ളവരുമുണ്ട്, പുറമേ നിന്നുള്ളവരുമുണ്ടെങ്കിൽ കൂടി ഇത് ജനങ്ങളുടെ, സാധാരണപ്പെട്ട ജനങ്ങളുടെ പ്രശ്നമാണ്. മനുഷ്യന്റെ ജീവനേക്കാൾ വലുതായിട്ട് ഇന്ന് മൃഗങ്ങൾക്ക് വില കൊടുക്കുന്നു, അവരുടെ മരണത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, കരയുന്നു. മനുഷ്യൻ ജീവന് പുല്ലുവില നൽകുന്ന ഒരു ചില സാമൂഹിക രീതികൾ ഇന്ന് സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അതിനെതിരെയുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് ആയിട്ടാണ് ഇന്ന് ഈ ബ്രദേഴ്സ് ഇവിടെ എത്തിയിരിക്കുന്നതും ഈ ഒരു പ്രതിഷേധത്തിൽ ഭാഗമാകുന്നു. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ ഒരു കർഷകർക്കൊപ്പം നിങ്ങൾ നിൽക്കാൻ കാണിച്ച മനസ്സിനെ വളരെയധികം പ്രാധാന്യത്തോടുകൂടി തന്നെ സഭയും ജനങ്ങളും സമൂഹവും നോക്കിക്കാണുന്നു. നന്ദി.